നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കഷ്ടപ്പാടുകൾ മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും പെട്ടെന്ന് ധനവാനായി മാറുന്ന ഒരു യോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. ആ യോഗത്തിൻ്റെ പേരാണ് ധനിക യോഗം അല്ലെങ്കിൽ കോടീശ്വര യോഗം. ശുഭമോ അശുഭമോ ആയ യാതൊരു കർമ്മം പൂർവജന്മത്തിൽ നേടിയോ അതിൻ്റെ ഫലത്തെയാണ് എല്ലാ ഗ്രഹങ്ങളും ഈ ജന്മത്തിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടു തന്നെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ശുഭകർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ ഈ കോടീശ്വര യോഗം നിങ്ങളുടെ ജാതകത്തിൽ സൂചിപ്പിക്കുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ 1000-ൽ പരം യോഗങ്ങൾ ഉണ്ടെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. എന്നാൽ ചില യോഗങ്ങൾ ഗുണഫലത്തെ നൽകുകയും ചില യോഗങ്ങൾ കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള പല യോഗങ്ങളും ഓരോ വ്യക്തികളുടെയും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു. ദശാകാലഘട്ടത്തും ദശാ അപഹാര കാലഘട്ടത്തിലും നല്ലതും ചീത്തയുമായ യോഗങ്ങൾ നാം അനുഭവിക്കേണ്ടി വരുന്നു. ലഗ്നാൽ 11-ൽ ശനി നിൽക്കുകയും ശുക്രൻ സ്വക്ഷേത്രത്തിൽ നിൽക്കുകയും ചെയ്താൽ ജാതകൻ സമ്പന്നനായി തീരും. ശുക്രൻ 5-ാം ഭാവത്തിൽ നിന്നാലും ഈ ഫലം ലഭിക്കുന്നതാണ്. ശനി ബുധനോടുകൂടി 5-ാം ഭാവത്തിലോ 7-ാം ഭാവത്തിലോ 11-ാം ഭാവത്തിലോ മകര കുംഭരാശികളിലോ നിന്നാൽ ജാതകൻ ധനവാനാകും. കന്നി മിഥുനം ഈ രാശികളിലൊന്ന് ലഗ്നമായി വരികയും അവിടെ ബുധനും ചൊവ്വയും ശുക്രനും ഒന്നിച്ചു നിന്നാലും ജാതകൻ വലിയ പണക്കാരനായി തീരുകയും ഇടവം തുലാം ഈ രാശികളിൽ ഒന്ന് ലഗ്നമായി വരികയും അവിടെ ശുക്രൻ ബുധൻ മന്ദൻ എന്നിവർ യോഗം ചെയ്തു നിന്നാലും ജാതകൻ ധനവാനായി മാറുകയും ധനു മീനം ഈ രാശികളിൽ ഒന്ന് ലഗ്നമായി വരികയും വ്യാഴം ചന്ദ്രനോടും ചൊവ്വയോടും കൂടി നിന്നാൽ ധനിക യോഗം ഭവിക്കുന്നു. ഈ യോഗത്തിൽ ജനിക്കുന്നവൻ പ്രശസ്തി നേടുന്നവനും ഏതു തൊഴിലിലും ശോഭിക്കുന്നവനും മറ്റുള്ളവരെ സഹായിക്കുന്നവനും ഈശ്വരവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനും ധനവരവ് നിത്യം വർദ്ധിപ്പിക്കുന്നവനുമാണ്.